ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്നാക്ക് ഐറ്റമാണ്, നമുക്ക് ഇഫ്താറിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എങ്കിലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിലോട്ടേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് വേണ്ടത് മുട്ട മാത്രമാണ്. നമ്മളിപ്പം മുട്ട എത്ര എടുക്കുന്നോ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതാ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ഇവിടെ ഇപ്പം ഞാൻ ഒരു 4-5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടയും അതേപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഇതാ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുക. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായപ്പം ഒരു 1.5 സ്പൂണോളം ഗീയ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിന് ഗീ എണ്ണ വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഗീ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് ചേർക്കുന്നുള്ളത് റൈസിൻസാണ്. റൈസിൻസിൻ്റെ ഒപ്പം നിങ്ങളുടെ കയ്യിൽ കാഷ്യൂസും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്യാത്ത, അതും കൂടി ആഡ് ചെയ്താൽ നല്ലതാണ്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെയും പഞ്ചസാരൻ്റെയും മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതാ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതേപോലെ ചിക്കി എടുത്ത പോലെ ഉണ്ടാവുക മുട്ട. ഇനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മുട്ടയാണ്. ഇതാ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഒരു 5 സ്പൂണോളം മൈദൻ്റെ പൊടി. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കലാന്ന്. അങ്ങനെ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഭയങ്കര തിക്കും അല്ല, എന്നാൽ ഭയങ്കര ലൂസും അല്ല, ഒരു മിനിമൽ അങ്ങനെയാണ് വരാം. ഇനി ഇത് ദോശ പോലെ ചുട്ടെടുക്കുക ചെയ്യുള്ളൂ. അതിന് വേണ്ടിക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ദോശ പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. നിങ്ങൾക്കിപ്പം ഇങ്ങനെ ചുറ്റിക്കുന്നതിന് പകരം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കലുണ്ടല്ലോ ഫുള്ളാക്കിയിട്ട്, അങ്ങനെയും ചെയ്യുക. പക്ഷെ എനിക്കൊന്നുകൂടെ കംഫർട്ട് ഇതുപോലെ ചെയ്യാനാണ്. അങ്ങനെ ദോശ ചുട്ടെടുക്കലാണ്. ഇനി ഇതാ ഈ ഒരു ചുട്ടെടുത്തിട്ടുള്ള ദോശ ഓയിൽ തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിനുശേഷം സെൻറ്ററിലോട്ടേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അത്രയും ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഫില്ലിങ് ആഡ് ചെയ്താൽ കൂടുതൽ. അതിനിത് ഫോൾഡ് ചെയ്തിട്ട് ബോക്സ് ടൈപ്പിൽ ആ ഒരു ഷേപ്പിലേക്ക് ഒന്ന് മടക്കിയെടുക്കലാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ പാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയിലും നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 6 പീസോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കലാണ്. ഇനി ഇതാ പനീർ പട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവ് ചെയ്യൽ ഒന്നുകിൽ ഷുഗർ സിറപ്പിൻ്റെ ഒന്നിച്ചോ അല്ലെങ്കിൽ ഹണി. ഇവിടെ ഇപ്പം ഞാൻ ഹണി വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നുള്ളത്. ഹണി അതായത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഹണി ചേർക്കുക, ഇല്ലെങ്കിൽ ലൈറ്റ് മധുരം മതിയെങ്കിൽ ഇങ്ങനെ തന്നെ തിന്നാവുന്നുള്ളതുമാണ്. ഇപ്പം നോമ്പ് ലാസ്റ്റ് അല്ലായില്ലേ, അപ്പം ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് നോക്കുന്നത്. ഇതാവുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അത്ര വരെ എടുക്കില്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാനും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസും ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും എന്തായാലും. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ കമൻസ് എല്ലാം പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അതിന് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.